ഒപ്പം ബയോസയൻസസ് അതും അങ്ങയുടെ പ്രധാന പഠന കേന്ദ്രമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബയോസയൻസും തമ്മിലുള്ള ആ ക്ലബിങ് എന്താണ് സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ബയോസയൻസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള മനുഷ്യനെ യന്ത്രം എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യൻ ജീവനുള്ളൊരു യന്ത്രമാണ്. അപ്പം ജീവനുള്ള യന്ത്രങ്ങൾക്ക് ആ ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ജീവൻ്റെ പ്രതിഭാസം എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് ജീവശാസ്ത്രജ്ഞർ. ജീവനില്ലാത്ത യന്ത്രത്തിന് എങ്ങനെ ജീവൻ കൊടുക്കാൻ സാധിക്കും എന്ന് പഠിക്കുന്നവരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ ശാസ്ത്രവും. ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം തന്നെ മനുഷ്യനെ പോലുള്ളൊരു യന്ത്രം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ മനുഷ്യനെന്ന് പറഞ്ഞ യന്ത്രം ഇതിനകം തന്നെ പ്രപഞ്ചത്തിലുണ്ട്, പ്രകൃതിയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നവരും അതുണ്ടാക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള കൈകോർക്കലാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ നമ്മളിപ്പം ജീവിതത്തിനെ മനസ്സിലാക്കാനായിട്ട് ജീവശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട്, ബയോളജിക്കാർ, ബയോ കെമിസ്ട്രിക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അങ്ങേക്ക് തന്നെ അറിയാം, നമ്മൾ ചില സമയം പറയും ഞാനും അവനുമായിട്ടുള്ള കെമിസ്ട്രി ശരിയല്ല, ജൈവരസം അതെ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഇടയ്ക്ക് നമ്മൾ ദേഷ്യം പിന്നെ നമ്മൾ പറയും നമ്മളൊരു അഡ്രിനാലിൻ റഷ് എന്ന് പറയും. അപ്പോൾ ജീവിതത്തിനൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ബയോ കെമിസ്ട്രി എന്ന് വെച്ചാൽ ജീവനെ കെമിസ്ട്രിയുടെ ജാലകത്തിൽ കൂടെ പഠിക്കുക. ബയോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ തന്മാത്രകളുടെ രൂപം എന്താണെന്ന് മനസ്സിലാക്കി, സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി ബയോ ഫിസിക്സ്. അപ്പം ബയോളജി, ബയോ കെമിസ്ട്രി, ബയോ ഫിസിക്സ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ ക്യാൻ ബയോ ഇൻഫർമാറ്റിക്സ് ബി ഫാർ ബിഹൈൻഡ്. ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ ജീവൻ്റെ അടിസ്ഥാന ഘടകമായ കോശങ്ങൾക്കകത്ത് സൃഷ്ടാവ്, ഈ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വേണം. അത് ഈശ്വരനും ആകാം, അല്ല ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അതിനെ പ്രകൃതി എന്ന് വായിച്ചോണം. അപ്പോൾ സൃഷ്ടാവ് അതിനകത്ത് കുറിച്ച് വെച്ചിരിക്കുന്ന വിവരങ്ങൾ നമ്മുടെ തലയിലെഴുത്തെന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. പക്ഷേ നമ്മുടെ ഓരോ കോശത്തിലും എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ കൈ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചുരണ്ടിയാൽ ഒരുപാട് കോശങ്ങൾ ഇവിടെ വീണു. ആ ഓരോ കോശത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ജൈവരഹസ്യം എഴുതി വെച്ചിരിക്കുക. എൻ്റെ തലമുടി ചുരുണ്ടാണോ ഇരിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം എന്താണ്, എൻ്റെ അസുഖം വരാൻ സാധിക്കും. ആ വിവരം വായിച്ചെടുത്ത് അതിലൂടെ കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ബയോ ഇൻഫർമാറ്റിക്സ്. ഇന്ന് കാലം മാറി. നമ്മൾ പണ്ട് ജ്യോതിഷത്തിനെ ആക്ഷേപിക്കുമായിരുന്നു, കല്യാണം ജ്യോതിഷം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ സയൻസിലൂടെ അതിന് തുല്യമായൊരു കാര്യം വന്നിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരുടെയും കോശങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് ഇവർ തമ്മിൽ ഒത്തുപോകുമോ എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മാറ്റത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് പറയാനൊക്കെ. കോമ്പാറ്റബിലിറ്റീസ്. അതെ അതെ. സോ നമുക്ക് ഇതിലേക്ക് കടക്കാം, ഗെയിമിലേക്ക് കടക്കാം. അശ്വമേധം കാണാറുണ്ട്? തീർച്ചയായിട്ടും. ഒപ്പം ഇതിനിടയ്ക്കൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് പോകെ പറയാം. അതായത് സംഗീതം വലിയ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും യാതൊരു എന്താ പറയുക ബന്ധവും അതുമായി എനിക്കില്ലാത്തതിനാൽ ഒരു പാട്ട് പോലും പാടാൻ കഴിയാത്ത ഒരാളാണ്. വലിയൊരു ബന്ധമാണല്ലോ. എങ്കിലും എനിക്ക് അങ്ങയുമായി വലിയ അടുപ്പമുള്ള മറ്റൊരു ഇഷ്ടമുള്ളൊരു മേഖലയുണ്ട്, അത് ഗണിതശാസ്ത്രമാണ്. അങ്ങ് സാധാരണ നമ്മൾ ഈ കണക്ക് എന്ന് പറയുമ്പോൾ ആളുകൾ അയ്യോ കണക്ക് എന്ന് പറയില്ലേ? അച്യുത് ശങ്കർ സാറിൻ്റെ ക്ലാസ്സുകളിൽ ചെറിയ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ കണക്ക് പഠിക്കാനിരിക്കുന്നത് ഒരു 2020 ക്രിക്കറ്റ് കാണുന്ന ആവേശത്തോടെയാണ്. ഈ കണക്കിനോട് യാതൊരു താല്പര്യമില്ലാത്തവരും. ഞാൻ പറഞ്ഞത് അക്കാഡമിക് ക്ലാസ് റൂം അല്ലാതെ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥിരമായി കേരളമെമ്പാടും നടത്താറുള്ള അദ്ദേഹത്തിൻ്റെ സെഷനുകളിലൊക്കെ കണക്കിൻ്റെ രസങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കാറുള്ളത്.